ഓക്കെ, ലെയർ 3 കോഡിംഗ് MP3 ആണ് നോക്കുന്നത്. ലെയർ 3 കോഡിംഗ് വിച്ച് ഹാസ് ബിക്കം വൈഡ്ലി പോപ്പുലർ അണ്ടർ ദ നെയിം MP3. അപ്പം ഈ ലെയർ 3 ആണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഓഡിയോ കംപ്രഷൻ ആൽഗോരിതം എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദ പ്രോബ്ലംസ് വിത്ത് ലെയർ 1 എന്ന് പറയുന്നത് ആൻഡ് അതർ കോഡിംഗ് സ്കീംസ് എന്ന് വെച്ചാൽ അവർ 32 ബാൻഡ് ഡീകമ്പോസിഷനാണ് നടത്തുന്നത് നമ്മൾ പഠിച്ചു. So the bandwidth of the subbands at lower frequency is significantly larger than the critical bands. So നമ്മളിവിടെ പഠിച്ചു, അതായത് ഈ ലോവർ ഫ്രീക്വൻസിയിലുള്ളവരുടെയൊക്കെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് ദാൻ ദ ക്രിട്ടിക്കൽ ബാൻഡ്സ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, so it makes it difficult to make an accurate judgment of the mass to signal ratio. അത് കാരണം നമുക്ക് മാസ്ക് ചെയ്യണം, ആ മാസ് ടു സിഗ്നൽ റേഷ്യോ കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു ആക്യുറേറ്റ് ജഡ്ജ്മെൻറ്റ് നമുക്ക് വരാൻ പറ്റാത്ത രീതിയിലായി. സോ അതായത് നമുക്കൊരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ടോൺ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, അതായത് ഭയങ്കര നാരോ ആയിട്ട്. ആ സമയത്ത് എന്താണ്, നമ്മളവിടെ മാസ്ക് ചെയ്യുമ്പം ഇറ്റ് മാസ്ക് അതർ ടോൺസ് ഇൻ ദ ബാൻഡ്, റൈറ്റ്? സോ നമ്മൾ ഈ സിഗ്നൽ ടു മാസ് റേഷ്യോ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ബിക്കോസ് ഇറ്റ് ബിക്കംസ് മോർ ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ വെദർ അതർ ടോൺസ് ഇൻ സം ബാൻഡ് വിൽ ബി മാസ്ഡ്. അപ്പം ഒരു സ്ഥലത്ത് മാത്രം ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ, അങ്ങനെ കുറച്ച് സ്ഥലത്ത് കുറവ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് അത്ര ഡിറ്റർമിൻ ചെയ്യാൻ പാടായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ആക്യുറേറ്റ്ലി ജഡ്ജ് ദ മാസ്ക് ടു സിഗ്നൽ റേഷ്യോ. സോ അവിടെ ഒരു സിമ്പിൾ വേ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദാറ്റ് ഈസ് ദ സിമ്പിൾ വേ ടു ഇൻക്രീസ് ദ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്യുക സിഗ്നൽ ഇൻ ടു ഹയർ നമ്പർ ഓഫ് ബാൻഡ്സ്. കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള നമുക്ക് വൺ ഓഫ് ദ വേ. So however, one of the requirements on the layer 3 algorithm is that backward compatible. അതായത് ലെയർ 3 എന്ന് പറയുന്നത് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിരിക്കണം. അതായത് ലെയർ 1ലും ലെയർ 2നും ഇത് പറ്റുന്നതായിരിക്കണം. ഓക്കെ, ലെയർ 1 ലെയർ 2ൻ്റെതും ലെയർ 3ൽ പറ്റുന്നതായിരിക്കണം അല്ലേ. സോ ടു സാറ്റിസ്ഫൈ ദിസ് ബാക്ക്വേർഡ് കമ്പാറ്റബിലിറ്റി റിക്വയർമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലെയർ 1ലും ലെയർ 2ലും പഠിച്ചതുപോലെ നമുക്ക് 32 ബാൻഡ് ഡീകമ്പോസിഷൻ നമുക്ക് വേണം. സോ ഫസ്റ്റ്ലി നമുക്ക് 32 ബാൻഡ് ഡീകമ്പോസിഷൻ വേണം, എന്നാലേ അത് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ വിത്ത് ലെയർ 1 ആൻഡ് ലെയർ 2 എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചു ലെയർ 1 ലെയർ 2ലും 32 ബാൻഡ് സബ് ബാൻഡ് ഡീകമ്പോസിഷനാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് സബ് ബാൻഡ് ഇസ് ട്രാൻസ്ഫോം യൂസിങ് MDCT, ദാറ്റ് ഈസ് മോഡിഫൈഡ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം. അതായത് ടൈം ടു ഫ്രീക്വൻസി ആയിട്ടുള്ള ആ ഒരു മാപ്പിങ്ങിനെ വിളിക്കുന്നതാണ് അത് MDCT. സോ MDCT സെക്കൻഡ്ലി വേണം. ആദ്യം നമുക്ക് എന്ത് വേണം, 32 ബാൻഡ് സബ് ബാൻഡ് ഡീകമ്പോസിഷൻ വേണം. അപ്പോഴത്തേക്ക് എന്താണ്, ഈ MDCT യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 50% ഓവർലാപ്പൊക്കെ വരും. അതായത് ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ തന്നെ ആയിരിക്കില്ല, ഒരു 50% ഓവർലാപ്പായിട്ടായിരിക്കും നമുക്കവിടെ ഉണ്ടാകുക. ലെയർ 3 ആൽഗോരിതം സ്പെസിഫൈസ് 2 സൈസസ് ഫോർ ദ MDCT. അതായത് ലെയർ 3ൽ 2 സൈസ് നമുക്ക് MDCTയിൽ വരാൻ പറ്റും. ഒന്ന് 6 കോഎഫിഷ്യൻ്റ്, ഒന്ന് 18 കോഎഫിഷ്യൻ്റ്. 6 എന്ന് പറയുമ്പോൾ ഷോർട്ട്, മറ്റൊന്ന് ലോങ് ബ്ലോക്സ് ആണ്. ഓക്കെ, 18 കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. The reason for having 2 sizes of MDCT is that we transform a sequence into frequency domain. നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. സോ ആ സമയത്ത് നമുക്ക് ഇപ്പം സ്മൂത്ത് ലോങ് ബ്ലോക്സ് ആണ് 18 കോഎഫിഷ്യൻസ്. അവിടെ ലോങ് ബ്ലോക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഒരു ടൈം റെസൊല്യൂഷൻ കാണത്തില്ല, പക്ഷേ ഫ്രീക്വൻസി റെസൊല്യൂഷൻ കാണും. പക്ഷെ നമ്മൾ ഷോർട്ട് ബ്ലോക്സ് ആണ്, അവിടെ ഫ്രീക്വൻസി റെസൊല്യൂഷൻ കാണത്തില്ല, പക്ഷേ ടൈം റെസൊല്യൂഷൻ കാണും. സോ അങ്ങനെ ഒരു ട്രേഡ് ഓഫ് അവിടെ സംഭവിക്കും അല്ലേ. സോ നമുക്കൊരു എന്താണ് നമുക്ക് 2 സൈസ് ഓഫ് MDCT വേണം. Okay, the larger the block size, the more we lose the time resolution. The problem with this is that any condensation noise introduced into the 4 frequency coefficient gets spread over the entire block size of transform. Backward temporal masking occurs for only a short duration prior to the masking sound. Therefore, condensation noise will appear as a pre-echo. അതായത് ലോങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പം പെട്ടെന്നൊരു സഡൻ വോയിസ് വന്നു വെച്ചോ, എന്തായാലും അതിന് മുമ്പ് കുറച്ച് മുമ്പ് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ അത് അവോയ്ഡ് ചെയ്യുന്നില്ല ലോങ് ബ്ലോക്ക്സ്. അപ്പം ആ കുറച്ച് മുമ്പുള്ള സൗണ്ട് നമ്മൾ
കളയുന്നില്ല. അതാണ് പ്രീ എക്കോ, മുമ്പുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ, പക്ഷെ നമ്മളത് ഒരു ഷോർട്ട് ബ്ലോക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ പ്രീ എക്കോ നമ്മൾ റെഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അതായത് നമുക്കിവിടെ ഒരു സോഴ്സ് ഔട്ട്പുട്ട് സീക്വൻസ് ഗ്രാഫ് 16.7 നോക്കിക്കഴിഞ്ഞാൽ ഈ 120 അവിടെ ഒരു സ്പൈക്ക് വന്നു. അതായത് ഇപ്പം സാധാരണ രീതിയിൽ ഒരാൾ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മളൊരു ഡ്രം അടിച്ചു, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കത്തില്ല. ആ 120 അവിടെയാണ് ആ ഒരു സ്പൈക്ക് ഓഫ് സൗണ്ട് വന്നത്. സോ അതിന് മുമ്പ് വരെ നമ്മൾ അതിന് കുറച്ച് മുമ്പ് എന്താണ് പറഞ്ഞത് നമുക്കത് കേൾക്കാൻ പറ്റില്ല. അതാണ് പ്രീ എക്കോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പെട്ടെന്ന് ഈ സഡൻ സ്പൈക്സൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഷോർട്ട് ബ്ലോക്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ അതിൻ്റെ അകത്താക്കിയിട്ട് ആ ഒരു സൗണ്ട് മാത്രം നമുക്ക് കംപ്രസ് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റും. അതൊക്കെയാണ് ഈ ഷോർട്ട് ബ്ലോക്സ്, ലോങ് ബ്ലോക്സ് ഒക്കെ പറയുന്നത്. സോ ദിസ് ഇസ് ദ സാമ്പിൾ നമ്പർ റീകൺസ്ട്രക്റ്റഡ് സീക്വൻസ് ഫോർ ദ 10 DCT കോഎഫിഷ്യൻസ്. നമ്മൾ DCT അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്തു. Okay, shown in the figure. Notice that not only this non-zero signals values are not well represented, there is also error in the samples prior to the changing the value of the signal. If this were in the audio signal and the large values had occurred at the beginning of the sequence, the forward masking effect would have reduced the perceptibility of the quantization error. In this situation, shown in figure 16.9, backward masking will mask some of the quantization error. അങ്ങനെ quantization error നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ബാക്ക്വേർഡ് മാസ്കിങ് നടക്കുന്നത് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓൺലി. ഓക്കെ, പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ഒരു സ്വിച്ചിങ് വിൻഡോ. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, സ്വിച്ചിങ് വിൻഡോ എന്ന് പറയാൻ നേരം നമുക്കിപ്പം ഇപ്പോൾ നോർമലായിട്ട് ഒരു സ്മൂത്ത് സൗണ്ട് നടക്കുക, അപ്പം നമുക്കവിടെ ഒരു അറ്റാക്സ് നമുക്കില്ല. സോ എന്ത് ചെയ്യും, ഒരു അറ്റാക്കും ഇല്ലെങ്കിൽ നമ്മൾ ലോങ്ങിലായിരിക്കും നടക്കുന്നത്, ഒരു അറ്റാക്കും ഇല്ല. സോ നമ്മൾ ലോങ്ങിൽ തന്നെ ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു അറ്റാക്ക് വരാൻ പോവാണ്, അപ്പോൾ നമ്മൾ ഷോർട്ട് വിൻഡോയിലേക്ക് സ്റ്റാർട്ട് വിൻഡോയിലേക്ക് കിടക്കും. സ്റ്റാർട്ട് വിൻഡോ എന്ന് വെച്ചാൽ ലോങ്ങിൽ നിന്ന് ഷോർട്ടിലേക്ക് പോകുന്ന ആ ഒരു വിൻഡോയിനെ വിളിക്കുന്നതാണ് സ്റ്റാർട്ട് വിൻഡോ. നമുക്ക് ഒരു അറ്റാക്ക് വരാൻ പോകുന്നതാണ് നമ്മൾ സ്റ്റാർട്ടിലേക്ക് പോകും. സ്റ്റാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഷോർട്ടിലേക്ക് പോകും. ഷോർട്ടിലാകുമ്പോഴാണ് നമുക്ക് അറ്റാക്ക്, അതായത് പെട്ടെന്നൊരു സൗണ്ട് വരുന്നത്, അത് ഷോർട്ട് ബ്ലോക്കിലായിരിക്കും. അപ്പം പെട്ടെന്നുള്ളൊരു അറ്റാക്സൊക്കെ നമുക്ക് ഷോർട്ട് ബ്ലോക്സിലായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് പിന്നെ സൗണ്ടൊന്നും പെട്ടെന്നൊരു സ്പൈക്ക് സൗണ്ടൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ലോങ്ങിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റോപ്പ് വിൻഡോയിൽ കൂടെ കടക്കണം. അപ്പോൾ അവിടെ നോ അറ്റാക്സ് വരികയാണ്. പെട്ടെന്ന് പിന്നെയും അവിടെ നമുക്കൊരു അറ്റാക്ക് വരാൻ പെട്ടെന്ന് പിന്നെയും സ്റ്റാർട്ടിലേക്ക് പോയിട്ട് നമുക്ക് വീണ്ടും ഷോർട്ടിലേക്ക് വരേണ്ട ആവശ്യമാണ്. സോ ഷോർട്ടിലാണ് പെട്ടെന്നുള്ള ഈ ഒരു ഡ്രംസൊക്കെ നമ്മൾ പെട്ടെന്നൊരു അടിക്കുമ്പോൾ ഭയങ്കര വലിയ സൗണ്ടൊക്കെ വരുന്നൊക്കെ നമ്മൾ ഷോർട്ട് ബ്ലോക്സിലേക്ക് കിടക്കും. ലോങ് ബ്ലോക്സിലായിരിക്കും സ്മൂത്ത് വോയിസസൊക്കെ ഉണ്ടായിരിക്കുക. ഇത് നോക്കിയാൽ മനസ്സിലാവും, മേളിൽ ലോങ്, പിന്നെ നമ്മൾ സ്റ്റാർട്ടിലേക്ക് പോകും, ഷോർട്ടിന് വരുമ്പം പെട്ടെന്ന് നടക്കും, നമ്മൾ പിന്നെയും തിരിച്ച് സ്റ്റോപ്പിലേക്ക് പോകും, എന്നിട്ടായിരിക്കും ലോങ്ങിലേക്ക് വരുന്നത്. സോ ഈ MDCT നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയല്ലോ, അതിനെ കോഡിങ്ങും ക്വാണ്ടൈസേഷൻ നടക്കുന്നത് 2 ലൂപ്സ് വഴിയാണ്. ഫസ്റ്റ് ലൂപ്പിൻ്റെ പേരാണ് ഡിസ്റ്റോർഷൻ കൺട്രോൾ ലൂപ്പ്. സോ ഇവിടുത്തെ പേർപ്പസ് എന്ന് വെച്ചാൽ ടു എൻഷുർ ചെയ്യുക ദാറ്റ് ഈസ് അതായത് നോയിസ് ലൈസ് ബിലോ ദ ഓഡിബിലിറ്റി ത്രെഷോൾഡ്. അതായത് ഈ ശബ്ദം എന്ന് പറയുന്നത് ഓഡിബിലിറ്റി ത്രെഷോൾഡിൻ്റെ അടിയിലാണോ, അതായത് ഈ നോയിസ് അതായത് എറേഴ്സൊക്കെ ഓഡിബിലിറ്റി ത്രെഷോൾഡിൻ്റെ അടിയിലാണോ എന്നൊക്കെ നോക്കി അതനുസരിച്ച്, അടിയിലല്ലെങ്കിൽ അതനുസരിച്ച് സ്കെയിൽ ഫാക്ടേഴ്സൊക്കെ ട്യൂൺ ചെയ്ത് അസൈൻ ചെയ്ത് ശരിയാക്കുന്നത്. അപ്പം എല്ലാം കൂടെ 21 സ്കെയിൽ ഫാക്ടേഴ്സ് ഫോർ ദ ലോങ് ബ്ലോക്സ് ആൻഡ് 12 സ്കെയിൽ ഫാക്ടേഴ്സ് ഫോർ ദ ഷോർട്ട് ബ്ലോക്സ്. അടുത്ത ലൂപ്പാണ് റേറ്റ് കൺട്രോൾ ലൂപ്പ്. അതായത് നമ്മൾ ടാർജറ്റായിട്ട് നമുക്കൊരു ബിറ്റ് റേറ്റ് ഉണ്ട്, ആ ടാർജറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ ഇവിടെ നടക്കുന്നത് ക്വാണ്ടൈസേഴ്സും ഐട്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. ഐട്രേറ്റ് ചെയ്യുക ബിറ്റ്വീൻ ദ ക്വാണ്ടൈസേഴ്സ് ആൻഡ് ദ ഹഫ്മാൻ കോഡ്സ്. So quantizers used in the MP3 are compounded non-uniform quantizers, and the scaled MDCT coefficients are first quantized and organized into regions.
കോഎഫിഷ്യൻസ് അറ്റ് ദ ഹയർ എൻഡ് ഓഫ് ദ ഫ്രീക്വൻസി സ്കെയിൽ ആർ ലൈക്ലി ടു ബി ക്വാണ്ടൈസ്ഡ് ടു 0. അതായത് കോഎഫിഷ്യൻസ്, അതായത് നമ്മൾ മാക്സിമം നമ്മൾ കുറച്ച് വയ്ക്കുക നമ്മുടെ ബിറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ 0, -1, +1 അതൊക്കെ 4 ക്വാഡ്രാപ്പിൾസ് ആക്കി മാറ്റുക, ഗ്രൂപ്പ് ഓഫ് 4 ആക്കി മാറ്റുക. എന്നിട്ട് നമ്മളതിനെ സിംഗിൾ ഹഫ്മാൻ കോഡ് വേർഡ് കൊടുക്കുക. സോ റിമൈനിങ് കോഎഫിഷ്യൻസ് ഡിവൈഡ് ടു 2 or 3 sub regions. Each sub region is assigned a Huffman code. And if the resulting using the variable length coding exceeds the bit budget, നമ്മൾ പിന്നെയും ഐട്രേറ്റ് ചെയ്യുക. സോ ഇത് നടക്കുന്നത് നമ്മുടെ ടാർഗറ്റ് റേറ്റ് സാറ്റിസ്ഫൈ ആകുന്ന വരെ ഈ ഒരു ക്വാണ്ടൈസേഷനും ഹഫ്മാൻ കോഡിങ്ങും അത് നടക്കും. Once the target rate is satisfied, control cell passes back to the outer distortion control loop. എന്നിട്ട് സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ഡിസ്റ്റോർഷൻ കൺട്രോൾ ലൂപ്പിലേക്ക് പോകും. The cycle